ഹായ്, വെൽക്കം ടു ജിനൂസ് പാഷൻ. ഇന്ന് നമുക്ക് വേറൊരു അടിപൊളി ഒരു മോട്ടിവേഷൻ സ്റ്റോറി കേൾക്കാം. അപ്പം ഇതെന്ന് വെച്ചാൽ ഒരു ഫോക്സ്, ഒരു കുറുക്കന് ഒരു 2-3 ദിവസമായി ഫുഡൊന്നും കിട്ടാതെ ഇങ്ങനെ നടക്കുകയാണ്. ഭയങ്കരമായിട്ട് വിശന്ന് വീക്കായിട്ട് നടന്നുകൊണ്ടിരുന്ന സമയത്ത് അതിൻ്റെ മുന്നിൽ വലിയ തടിച്ച് കൊഴുത്ത ഒരു മുയൽ കുറച്ച് ദൂരമായിട്ട് നിൽക്കും. അപ്പം അതിന് തൊട്ടടുത്ത് എന്ന് വെച്ചാൽ കുറുക്കൻ ഇച്ചിരൂടെ അടുത്തായിട്ട് ഒരു ചെറിയ മുയലും കൂടെ നിൽപ്പുണ്ട്. അപ്പം കുറുക്കൻ നോക്കിയപ്പോൾ അടിപൊളി, ഇന്ന് എനിക്ക് 2 ഫുഡും കിട്ടും, ഇന്ന് എനിക്ക് ഹാപ്പിയാണ് എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ കുറുക്കൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്, എനിക്ക് ഈ വലിയ മുയലിനെ കഴിച്ചാൽ ഇന്ന് എനിക്ക് ഭയങ്കര ഫെസ്റ്റിവൽ മൂഡാണ്. കാരണം വെച്ചാൽ എനിക്ക് വയറ് ഫുള്ളാവും. ഇത്രയും 3 ദിവസത്തെ വിശപ്പ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ വലിയ മുയലിനെ കിട്ടിയാൽ ഇന്നെനിക്ക് ഹാപ്പിയാണ്. അപ്പം വലിയ മുയലിനെ ഞാൻ പിടിക്കാൻ പോകുമ്പം അത് ഓടി ഒളിക്കുകയും, ഈ ചെറിയ മുയലല്ലേ നമുക്ക് അടുത്തുള്ളത്, കുറുക്കനടുത്തുള്ളത്, ഇത് ഈ ഓടുന്ന സമയത്ത് ഈ ചെറിയ മുയൽ പേടിച്ച് ഓടി പോവുകയും ചെയ്താൽ എനിക്ക് ഈ 2നെയും കിട്ടത്തില്ല. അപ്പം കുറുക്കൻ വിചാരിച്ച് ചെറുതിനെ തിന്നാലോ, എൻ്റെ വിശപ്പും അടങ്ങത്തില്ല. അപ്പോൾ കുറുക്കൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണ്, എന്ത് ചെയ്യണം, ഞാൻ ആരെ ആദ്യം പിടിക്കണം എന്നൊക്കെ ഇങ്ങനെ നിന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന സമയം കൊണ്ട് വലിയ മുയൽ ഓടി കാട്ടിലേക്ക്. ഈ ഓടുന്ന സമയം കൊണ്ട് കുറുക്കൻ പെട്ടെന്ന് അയ്യോ വലുത് പോയല്ലോ, ചെറുതിനെങ്കിലും എനിക്ക് കിട്ടണം എന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ പുറകെ ഓടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചെറിയ മുയൽ എന്ത് ചെയ്തു, അത് ഓടി ചെറിയ കാട്ടിലേക്ക് കയറി പോയി, വീട്ടിലങ്ങ് ഓടി പോവുകയും ചെയ്തു. കുറുക്കൻ എന്ത് ചെയ്തു, ലാസ്റ്റില് ഭയങ്കരമായിട്ട് വിശന്ന് ക്ഷീണിച്ച് അവിടെ അങ്ങ് കിടന്നു. ഈ കുറുക്കന് ഇങ്ങനെ ക്ഷീണിച്ച് അവശനായി അവിടെ കിടക്കാൻ കാരണം ഈ മുയലുകൾ ഓടിപ്പോയത് കാരണമാണോ, അതോ കുറുക്കൻ എടുത്ത പ്ലാനിങ്ങിന്റെ തെറ്റാണോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മളും ഇതുപോലാണ്. പല ഓപ്പർച്യൂണിറ്റീസ് കിട്ടാതെ പോകുന്നത് നമ്മുടെ അനാവശ്യമായ ഐഡിയാസ് ആണ്, എന്ന് വെച്ചാൽ പ്ലാനിങ് ആണ്. നമ്മൾ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ പക്ക നമ്മൾ അതിനോട് പ്ലാൻ ചെയ്യണം. അപ്പം ഇവിടെ എന്ന് വെച്ചാൽ നമുക്കും ഇതുപോലെ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും, നമുക്ക് വരുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസും നമുക്ക് നഷ്ടപ്പെടുന്നതെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഈ ഓവർ പ്ലാനിങ് കാരണമാണ് നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടുന്നത്. നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് എങ്ങനെയും നമുക്കത് കിട്ടണം എന്നുള്ളതിൽ നമ്മളതിനെ പരിശ്രമിക്കണം. അല്ലാതെ അത് എനിക്ക് സൂട്ടാവുന്നതാണോ, നാട്ടുകാർ ഞാനിപ്പോൾ അതിൽ പോയാൽ എന്തെങ്കിലും പറയുമോ, എൻ്റെ ടൈം ശരിയാണോ, ഞാൻ അത് എടുത്താൽ എനിക്ക് സക്സസ് വരുമോ, ഇങ്ങനെ പല ചിന്തകളാണ് നമ്മളെ കൂടുതലും പല ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് റീച്ച് ആകാൻ പറ്റാത്തത്. അപ്പം നമ്മൾ എടുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യാതെ നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ്, എല്ലാ ഓപ്പർച്യൂണിറ്റീസിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അത് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ല. പക്ഷെ നമ്മൾ അതിന് ട്രൈ ചെയ്ത് നമ്മൾ പെട്ടെന്ന് അത് എത്ര പെട്ടെന്ന് നമുക്കത് ഗ്രാബ് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ നോക്കുക. അല്ലാതെ നമുക്ക് വേണ്ടി ഒരു ഓപ്പർച്യൂണിറ്റീസും വെയിറ്റ് ചെയ്യത്തില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ നമുക്ക് വരുന്ന ഓരോ കാര്യങ്ങളും, ഓരോ നല്ല നല്ല കാര്യങ്ങളും നമ്മൾ പെട്ടെന്ന് ചെയ്യാനായിട്ട് നോക്കുക. ബി ഹാപ്പി ഫോർ എവർ.